ഹായ് ഗായ്സ്, നമ്മൾ തേൻ എടുക്കുന്നത് കാണണം. അതാ ചെറുതേൻ ഈച്ചേൻ്റെ തേനാണ് നമ്മൾ എടുക്കുന്നതാ. ഈച്ചക്കൊന്നും വേദന പറ്റാത്ത വിധത്തിൽ നമ്മൾ തേനെടുക്കലാന്ന്. ഇതാ നമ്മളെ വീട്ടിൻ്റെ വർക്ക് ഏരിയയിൽ തേനീച്ച ഈ റബ്ബറിൻ്റെ ചിരട്ടയിൽ തേനീച്ച വന്ന് കൂടിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് തേനെടുത്തിട്ട് ഈച്ചേനെ തേച്ച് ഒരു കുപ്പീൻ്റെ അകത്താക്കി മാറ്റി എന്നിട്ട് ആടെ ഒരു കുടുക്കേൻ്റെ അകത്ത് വെച്ച് കെട്ടിയിട്ടുണ്ട്. നോക്കണ ഇത് വെക്ക് ആടുന്നത് ഉള്ളുവന്ന്. ഇതാ ഈ റബ്ബറിൻ്റെ ചിരട്ടയിലാന്ന് ഈച്ചെല്ലാം തേന് കൊണ്ടച്ചിന്. ഇതാ തേന് കൊണ്ടച്ചതാ കണ്ട, അതാ പാത്രത്തിൽ നിന്ന് ഊറ്റി എടുക്കുന്നതാണെന്ന് കാണുന്നത്. ഇതാ പ്ലേറ്റിൽ തേനുകൾ കണ്ടോളി. ഇതാ നല്ല ചെറുതേനിൻ്റെ ഇത് മരുന്നാണ് ചെറുതേന്. ഇതാ തോമസ് ആട്ടനാണ് എടുത്തത് തേനെടുത്തത്. തോമസ് ആട്ടനാണ് എന്നിട്ട് കുടുക്കേൻ്റെ അകത്താക്കിയിട്ട് കെട്ടിയിട്ടുള്ളത്. ഒറ്റ ഈച്ച നമ്മളെ കടിച്ചിട്ടില്ല. അതാണ് ആ ഈച്ചക്ക് നമ്മളോട് അത്രയ്ക്ക് സ്നേഹമുണ്ട്. അവർക്ക് അറിയാം നമ്മൾ അവരെ നശിപ്പിക്കാനല്ല, നേർക്കാക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അതുകൊണ്ട് ഒറ്റ ഈച്ച നമ്മളെ കടിച്ചിട്ടില്ല. എല്ലാവരും മൂന്നാളും തലയിൽ തുണിയെല്ലാം കെട്ടി ഇങ്ങനെ മാണ്ടാച്ചിയായിട്ട് നിന്നിട്ടുണ്ട്. എൻ്റെ നോക്കുമ്പോൾ ഒറ്റ ഈച്ചയൊന്നും കടിച്ചിട്ടില്ല. അങ്ങനെ അത്രപോലെ തേന് കിട്ടി. എത്ര ഉണ്ടാവും അറിയില്ല. 1/2 ലിറ്ററൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. എന്നാലും സാരില്ല, അത് മരുന്നല്ലേ. കണ്ട തോമസ് ആട്ടിന് കൊടുക്ക്. ഇതാ തേന് കുടിക്കാൻ പോകുവാന്ന് കൈമ്മിൽ ഉറ്റിച്ചിട്ട് തേന് തോമസ് ആട്ടിന് കൊടുക്ക്. ഇതാ അതിൻ്റെ അകത്ത് ഈച്ചയുണ്ട്. അതാ കണ്ട തേന്. അതാ നമ്മൾ തേന് കുടിക്കലാന്ന്. നല്ല അടിപൊളി തേനാന്ന്. എന്നാ ഇതിൻ്റെ മധുരം. അതിൻ്റെ പൂമ്പൊടി എടുക്കാതെ മാറ്റിയിട്ടാണ്. പൂമ്പൊടി എടുക്കാം. ആഹാ അടിപൊളി. എന്നാ നിങ്ങൾക്ക് എടുക്കറാ. കട്ട് കൈ കട്ട്. നമുക്ക് ദൈവം തന്ന മധുരാന്നിത്. ഇങ്ങനത്തെ ഒന്നും നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ആദ്യമായിട്ടാണ് ഓരോന്ന് കിട്ടുന്നത്.